a secret. A secret. A secret. വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെയും മുരുക ഭഗവാനെയും ദേവിയുടെയും പ്രതിഷ്ഠ ചെയ്തിട്ട് ഇപ്പം എത്ര വർഷമായി ഗുരുജി? അത് ഏകദേശം ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുള്ളൂ. 3 വർഷമായി. 3 വർഷമായിട്ടുള്ളൂ. താങ്കളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിലേക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണുപോയി. അത് ഇരിക്കുന്ന മുരുക ഭഗവാന്റെ ഒരു ആണ്ടിക്കോലാണെന്ന് തോന്നുന്നു. കാരണം സാധാരണ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ആണ്ടിക്കോലത്തില് ഭഗവാന്റെ മാല ലോക്കറ്റായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ രാജാലങ്കാരത്തിലാണ് ഞാൻ കൂടുതലും ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. ലോക്കറ്റ് ആയാലും ബ്രേസ്ലെറ്റ് ആയാലും കീ ചെയിനിലായാലും. ആണ്ടിക്കോലം എന്ന് പറഞ്ഞ അത്ര അങ്ങനെ ആൾക്കാരധികം കണ്ടിട്ടില്ല ഞാൻ. അപ്പൊ അതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ആ മാലയ്ക്ക് ഒന്ന് പറയാമോ? അതിന്റെ ഘടനയ്ക്ക് തന്നെ ഒരിത്തിരി വ്യത്യാസമുണ്ട്. കരിങ്ങാലി ഉണ്ടെന്ന് തോന്നുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കിട്ടിയത് താങ്കൾക്ക്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന വഴികൾ നമ്മൾ പറയണതിൽ അർത്ഥമില്ല. കാരണം അത് നമ്മളുടെ സ്വയം അനുഭവമാണ്. അത് നമ്മുടെ ഒരു സീക്രട്ടാണ്. ഇപ്പോൾ ഈ ചാനലിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞ പോലെ അതൊരു സീക്രട്ടാണ്. അത് നമ്മൾ വിളിച്ചോതേണ്ട, അത് നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു ലിങ്കാണ്. പക്ഷെ അത് എന്തോ അത് ഭഗവാനെ പൂജിക്കണ വ്യക്തികളിലൂടെ നമുക്കൊരു പ്രസൻ്റായിട്ട് കിട്ടിയ സംഭവമാണത്. അങ്ങനെയാണ് യാദൃശികമായിട്ട് നമ്മുടെ കരത്തിലേക്ക് വന്നുപെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ വശം തന്നെയാണ്. എൻ്റെ തലയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നരച്ച തലമുടിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ തലമുടിയൊന്നും നീട്ടി വളർത്താറൊന്നുമില്ല. പക്ഷേ ഇത് ഇട്ട് വശം വൈഫ് എന്നോട് പറഞ്ഞു, ചേട്ടൻ തലമുട്ടടിക്കുന്ന അപ്പോൾ യാദൃശികമായിട്ട് അവളുടെ ഉള്ളിൽ ഭഗവാൻ തോന്നിപ്പിക്കുകയാണത്. ഞാൻ പോയി തലമുട്ടടിച്ചു, ഷേവ് ചെയ്തു. അപ്പോൾ എന്തോ ഒരു ഊർജ്ജത കാണുന്നവർ പറയാം. അപ്പോൾ നല്ല രീതിയിൽ അതൊരു ഊർജ്ജത ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സ്വാമിയുടെ ആണ്ടിക്കോലം, അപ്പോൾ ഈ ആണ്ടിക്കോലം കൊണ്ട് പഴനി ചെല്ലുമ്പോൾ ആളുകൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? പൂജ ചെയ്യണ ആളുകൾ പോലും അവിടെ പോണ വഴിക്കൊക്കെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ തമിഴ്നാടിനെ സംബന്ധിച്ച് ആണ്ടിക്കോലം ആരും ഉപയോഗിക്കില്ല. ആണ്ടിക്കോലം അതാണ് പഴനിയിലൊക്കെ ആണ്ടിക്കോലം തൊഴാൻ അധികം ആളുകൾ വരില്ല. നാട്ടുകാർക്കൊക്കെ ഒരു ഇതാണ് ആണ്ടിക്കോലം പൂജിച്ച് നമ്മൾ ഉപാസിച്ച് കഴിഞ്ഞാൽ ആണ്ടിയായിട്ട് മാറും എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ആ തെറ്റിദ്ധാരണയുള്ള നമ്മൾ കവർ ചെയ്യേണ്ടത്. നമ്മളുടെ അനുഭവങ്ങളാണല്ലോ നമ്മുടെ സത്ത്. നമുക്ക് ഇതിട്ടിട്ട് എന്താണോ തോന്നിയിട്ടുള്ളത്, ഇതേവരെ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ കൈ കടത്തണില്ല. അത് നമ്മുടെ മനസാക്ഷിക്ക് നടക്കാത്തതുകൊണ്ട് നമ്മളത് ചെയ്യണില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട് പോണ കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് സമാധാനം ഉണ്ടായിട്ടുള്ളൂ ഇതിട്ടേ. പിന്നെ എനിക്കും അതെ, എൻ്റെ മനസ്സ് എപ്പോഴും നിറഞ്ഞ, അതായത് പറഞ്ഞ ഒരു കളങ്കത്തരമൊന്നുമില്ല എന്നല്ല പറയണത്. നമ്മളെപ്പോഴും പ്രസൻ്റാണ്. ഈ പ്രസൻസ് എവിടെ നിന്ന് കിട്ടുന്നു? ഭഗവാന്റെ അനുഗ്രഹം. അപ്പോൾ ഈ ആണ്ടിക്കോലത്തെ ഉപാസന ചെയ്യണോണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ വച്ച് ആരാധിക്കണം ആണ്ടിക്കോലത്തെ തന്നെയാണ്. അപ്പോൾ അല്ല, ആണ്ടിക്കോലം എന്ന് പറയണത് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സത്യം അതിലേക്കും വലിയൊരു അറിവൊന്നും എനിക്കില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ അറിവ് വെച്ച് നമ്മളിപ്പോൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ത്യജിക്കുക എന്ന് പറയണത് നമുക്ക് പെട്ടെന്ന് നടക്കണ കാര്യമൊന്നുമില്ല. ആണോ? എന്നിരുന്നാലും നമ്മൾ മനസ്സുകൊണ്ട് എല്ലാത്തിനെയും അടുപ്പിക്കണം. ബാഹ്യമായിട്ട് നമുക്കിപ്പോൾ ഒന്നിനും വിടാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഭാര്യയെ വിടാൻ പറ്റില്ല, മക്കളെ വിടാൻ പറ്റില്ല, നമ്മുടെ ബന്ധുമിത്രാദികളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? അപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷനിൽ പോയി ഞാൻ ഉപാസകനാണ്, ഞാൻ കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവിടെ വഴക്കായി ഇല്ലേ? അപ്പോൾ നമ്മളിൽ തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് എല്ലാം. സത്യമല്ല, ഒന്നും ഈ ലോകത്ത് ശാശ്വതമല്ല. എല്ലാത്തിൻ്റെ ഉള്ളിൽ എന്തോ സത്തായിട്ട് എന്തോ ഒരെണ്ണമുണ്ട്. ഉണ്ട്. അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ കാപട്യമുള്ളവനായിട്ട് നമുക്ക് തിരിച്ചറിവ് ബുദ്ധി കിട്ടും. ഒരു വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കണത്, അവൻ്റെ ഉള്ളിൽ കാപട്യം ഉണ്ടോ, അല്ല അവൻ്റെ ഉള്ളിൽ സത്യസന്ധത ഉണ്ടോ, അല്ലെങ്കിൽ ഞാനായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ള ഒരു സെൻസ് ആര് തരും? ഭഗവാൻ തരും. ആ തിരിച്ചറിവ്, ആ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം ആണ്ടിക്കോലം തന്നെയാണ്. ഭഗവാന്റെ ആണ്ടിക്കോലത്തിന് അതിൻ്റെ ഒരു പ്രത്യേക മഹത്വം തന്നെയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഇത് ധരിച്ചതിൽ, ഇതിപ്പോൾ ഞാൻ ധരിച്ചിട്ട് ഏകദേശം ഒരു 2.5 വർഷം ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഇതേവരെ ജീവിതത്തിൽ എനിക്ക് മാനസിക ഉയർച്ച ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെല്ലണ സ്ഥലങ്ങളിലാണെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ,
ഒരാളെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തരണ മുരുകനാണ്. ആ മുരുകനാണ് നമ്മുടെ നാവിൻ്റെ തുമ്പിൽ വന്ന് ഇത് പറയണത്. പല ആളുകൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അത്ഭുതം എന്ന് പറയണത് അതല്ല, പക്ഷെ എന്നാലും അവർ ഇതെങ്ങനെ ഒരാൾ പറഞ്ഞു തന്ന പോലെ നമ്മള് മാത്രം കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ലല്ലോ. അത് ചിലപ്പോൾ നമ്മളെക്കാളും കഴിവുള്ളവരൊക്കെ ഈ ലോകത്തുണ്ട്. നമ്മളൊരാൾ എൻ്റെ കഴിവിനെ മാത്രമാണ് നന്മയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കത് അനുഭവമാണ്. നമുക്ക് ഏത് വ്യക്തി നമ്മുടെ മുമ്പിൽ വന്നിരുന്നാലും അവരുടെ ആ പ്രസൻസിൽ നമുക്ക് ഭഗവാന്റെ ആ ഇത് നമ്മുടെ ശരീരത്തിലൂടെ അത് പ്രവേശിക്കണം ആ സമയത്ത്. അപ്പം നമ്മൾ അവർക്കൊരു തിരിച്ചറിവ് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ്. അവർ ഏത് വഴിക്ക് സഞ്ചരിക്കണം. ദോഷങ്ങളല്ല നമ്മൾ നോക്കേണ്ടത്, അവർക്ക് ഏത് വഴികൂടെ സഞ്ചരിച്ചാൽ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഒരു ഗൈഡൻസ് ഭഗവാൻ അതാ ചെയ്തിട്ടുള്ളൂ. ഹനുമാൻ സ്വാമി അങ്ങനെ ചെയ്തിട്ടുള്ളത്. ശ്രീരാമന്റെ മുമ്പിൽ നടന്നൊരു ഗൈഡായിട്ടാണ് ഭഗവാൻ നടന്നിട്ടുള്ളത്. ആ ഭഗവാനെ ബഹുമാനിച്ചു. അപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കണം. ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളുടെ അറിവ് വെച്ച് നമ്മളെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് പകർന്നു കൊടുക്കാം. അത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് ആരുടെ കടമയാണ്? നമ്മുടെ ഉത്തരവാദിത്തമല്ല, ആ വ്യക്തിയുടെ ഉത്തരവാദിത്തം. അപ്പൊ ഇനി അവസാനമായിട്ട് ആദ്യം തന്നെ പറയട്ടെ, ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി, കാരണം താങ്കൾ പ്രശസ്തി ഒന്നും ആർജിക്കാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞു. എനിക്ക് ഇന്റർവ്യൂ ഒന്നും ഞാൻ ആർക്കും അങ്ങനെ പലരും വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ എങ്ങും പോയിട്ടില്ല എന്നാണ് താങ്കൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു വാക്ക് ഞാൻ സാധാരണ ഒരു കാഷ്വലി ഗുരുജി ഞങ്ങളുടെ ഇന്റർവ്യൂ എടുത്തിട്ട് താങ്കൾ പറഞ്ഞു തീർച്ചയായിട്ടും എടുക്കാൻ പോലെ ശുഭലക്ഷണങ്ങൾ, അതിൽ കുറച്ച് ലക്ഷണങ്ങളും നിമിത്തങ്ങളും താങ്കൾ പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ഒരു വാക്ക് കേട്ട് താങ്കളുടെ വിലപ്പെട്ട സമയം, ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ നൽകാൻ താങ്കൾ ടൈം അനുവദിച്ചതിൽ വളരെയേറെ നന്ദി. പിന്നെ എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. താങ്കളുടെ പേഴ്സണൽ നമ്പർ ഇത് കണ്ട് അറിഞ്ഞ് ചോദിക്കുന്ന പ്രേക്ഷകർക്ക് താങ്കളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് ഞങ്ങൾ കൊടുത്തോട്ടെ. താങ്കൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷെ സത്യസന്ധമായ കാര്യങ്ങളായിരിക്കണം. അതാണ് നമ്മൾ എന്തിനും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതൊരു വിശാലതയിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. കാരണം ഈ ബഹുമാനിക്കുന്ന ആളുകളൊക്കെ നാളെ നമ്മളെ തരം താഴ്ത്തി ചവിട്ടി മെതിക്കാം. നല്ലത് അനുഭവം കിട്ടിയ ആളുകൾ മാറിപ്പോവാം, അനുഭവം കിട്ടാത്തവർ മാറി നിന്ന് വിമർശിക്കാം. അപ്പോൾ ഇതിലൊന്നും നമ്മളൊരിക്കലും കീഴ്പ്പെടാറില്ല. കാരണം നമ്മൾ ഈ സത്യനെ തിരിച്ചറിഞ്ഞ് നടക്കുമ്പോൾ നമ്മളുടെ സ്വതന്ത്രമായ ചിന്തയിലൂടെ നമ്മുടെ അനുഭവത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് നമ്മളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു നമ്പർ കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ വിളിക്കണ ആളുകളും ശ്രമിക്കുക. അങ്ങനെ നമുക്ക് വലിയ ആളുകളൊന്നും അല്ലല്ലോ നമ്മളൊന്നും. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. രാത്രി കാലങ്ങളിൽ നമുക്കൊരു ശല്യമില്ലാത്ത രീതികളിൽ രാവിലെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. രാവിലത്തെ വീട്ടിലെ പൂജയൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആവും. പിന്നീടുള്ള സമയങ്ങളിൽ നമുക്ക് വിളിക്കാം. നമുക്ക് തിരക്കുണ്ടെങ്കിൽ അത് പിന്നീട് വിളിക്കാം. അത് കുഴപ്പമൊന്നുമില്ല. അത് ചെയ്യണോണ്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വളരെയധികം പിന്നെ തീർച്ചയായിട്ടും എല്ലാം ഞാൻ എല്ലാം സമർപ്പിക്കുന്നത് കുട്ടൂസിലേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ബന്ധപ്പെടുത്തിയത് മാത്രമല്ല, നമ്മളുടെ അനുഭവങ്ങൾ, നമ്മളിപ്പോൾ ഈ ഒരു സീറ്റിൽ ഇരിക്കേണ്ട, ഇപ്പോൾ അല്ലെങ്കിൽ സാറിൻ്റെ ഈ മണ്ഡലത്തിൽ നമ്മൾ ഇരിക്കണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിലൂടെയാണ് വന്നു പെട്ടത്. കാരണം ഇത്ര നാൾ പലരും വിളിച്ചിട്ട് നമുക്ക് പോകാൻ തോന്നിച്ചില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും അല്ല, നമുക്ക് അങ്ങനെയൊന്നും പോയി ഒരു ഇൻ്റർവ്യൂ ഒന്നും ചെയ്യാൻ പറ്റുന്ന കഴിവൊന്നും നമുക്ക് ആയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കത് തോന്നണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം ആരും ഉണ്ട്. ആ കുട്ടൂസിൻ്റെ അനുഭവത്തിലൂടെ ഭഗവാൻ കൂടെ ഉണ്ട്, സ്വാമി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ അനുഗ്രഹത്തിൽ നമുക്ക് ഇനി നാളെ കാണേണ്ട ആളുകളാണ്. നമുക്ക് വളരെയധികം സന്തോഷം. ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇൻ്റർവ്യൂ കിട്ടിയാലും നമ്മൾ വളരെയധികം സന്തോഷവാനാണ്. തീർച്ചയായിട്ടും കേട്ടാ. ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും നന്മ ഉണ്ടാവട്ടെ കേട്ടാ. ശരി, നമസ്കാരം.